ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി ടീച്ചിങ് എക്സാംസ്. അപ്പോൾ SCERT പുസ്തകങ്ങൾ എപ്പോഴും നമ്മൾ പഠിക്കുന്ന കുട്ടികൾ ഫോളോ ചെയ്യണം എന്ന് പറയാറുണ്ട് അല്ലേ? SCERT മാത്തമാറ്റിക്സിൽ നിന്ന് നമ്മുടെ ടീച്ചിങ് എക്സാംസിന്, അതായത് KTET പരീക്ഷയ്ക്കും LP UP പരീക്ഷയ്ക്കും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതായത് നമ്മൾ സ്കൂൾ പാഠപുസ്തകത്തിലെ അതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാറുണ്ട്. മറ്റുള്ള PSC എക്സാമിനേക്കാളും കൂടുതൽ വരുന്നത് നമ്മുടെ പരീക്ഷയ്ക്കാണ്. അതായത് LPSA പരീക്ഷയ്ക്ക്, UPSA പരീക്ഷയ്ക്ക്, KTET പരീക്ഷയ്ക്കൊക്കെയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുള്ളത്. അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്സിന്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിച്ചെടുക്കാം. കുറച്ച് ടഫായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ എളുപ്പത്തിൽ നമ്മൾക്ക് ഫിഗർ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആയിരിക്കും ഇത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം ഇവിടെ എന്താ തന്നിട്ടുള്ളത്? സംഖ്യാരേഖയിൽ 3, -5 എന്നീ സംഖ്യകളെ സൂചിപ്പിക്കുന്ന ബിന്ദുക്കൾ തമ്മിലുള്ള അകലം 8 ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് പറയുന്നത്. 2 സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ നിന്ന് ഏതൊക്കെയാണ് ശരി തെറ്റ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത്, മാർക്ക് ചെയ്യേണ്ടത്. ഒന്നാമത്തെ ഓപ്ഷനിൽ 1 ശരി 2 തെറ്റ് അങ്ങനെയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ എന്താ പറയുന്നത്? ഈ സംഖ്യാരേഖ നമ്പർ ലൈൻ നമുക്കറിയാം, നമ്മൾ സ്കെയിലൊക്കെ കാണാറുണ്ട് അല്ലെ? നമ്പേഴ്സുകൾ നമുക്ക് സ്കെയിലിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും അറിയാം. അപ്പോ ഈ സംഖ്യാരേഖയിൽ 3 -5, പോസിറ്റീവ് 3 -5 തമ്മിലുള്ള ആ ബിന്ദുക്കൾ തമ്മിലുള്ള അകലം 8 ആണ് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലോ ഇവയുടെ മധ്യബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 1 ആണ് എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതിലെ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പ്രസ്താവന, അതുപോലെ തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് അല്ലെ? സോ നമുക്ക് നോക്കാം ഈ ഒന്നാമത് പറഞ്ഞിരിക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അപ്പൊ സംഖ്യാരേഖ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇതാണ് ഒരു സംഖ്യാരേഖ. സംഖ്യാരേഖ നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് ഒരു സംഖ്യാരേഖ എന്നിരിക്കട്ടെ അല്ലെ? അപ്പൊ ഇവിടെ സെന്ററിൽ ആരാ വരിക? 0. വലതുവശത്തേക്ക് പോസിറ്റീവ് നമ്പേഴ്സ് ആയ 1, 2, 3 അത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വശത്തേക്ക് -1, -2, -3 അങ്ങനെ -4, -5 എന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഒരു സംഖ്യാരേഖ എന്ന് പറയുന്നത്. ഈ സംഖ്യാരേഖയില് നോക്കിക്കേ, 3 ഇതാണ് 3 അല്ലെ? 3ഉം -5ഉം തമ്മിലുള്ള അകലം എത്രയാണ് എന്നാണ് നമുക്ക് കാണേണ്ടത്. സോ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 1, 2, 3, 4, 5, 6, 7, 8 യൂണിറ്റ് ആണ് പോകുന്നത് അല്ലെ? ഇങ്ങനെ വേണമെങ്കിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് 3 -5 ചെയ്താൽ മതി. 3 + 5 8 എന്നും നമുക്ക് കിട്ടും. അതായത് 3ഉം -5ഉം തമ്മിലുള്ള അകലം സംഖ്യാരേഖയിൽ എത്രയാണെന്ന് മനസ്സിലായി? 8 ആണ് എന്ന് മനസ്സിലായി. സോ ഇവിടെ തന്നിട്ടുള്ള ഒന്നാമത്തെ പ്രസ്താവന എന്താ? ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 ശരി എന്നുള്ളത് ഓപ്ഷൻ എയിലും ഉണ്ട്, ഓപ്ഷൻ ബിയിലും ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് ഓപ്ഷൻ സിയും ഡിയും ക്യാൻസൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി ഓപ്ഷൻ എയും ബിയും മാത്രം നോക്കിയാൽ മതി. അപ്പോഴും നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് അല്ലെ? ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയണേ? ഇവയുടെ മധ്യബിന്ദുവിനെ സൂചിപ്പിക്കുന്ന സംഖ്യ 1 ആണ് എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാ ഇവയുടെ മധ്യബിന്ദു നമ്മൾ എഴുതുന്നത്? മിഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 സംഖ്യകൾ, അതായത് 3നെയും -5നെയും ആഡ് ചെയ്യുക. അതിനുശേഷം അവരുടെ പകുതി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് കിട്ടും. അപ്പൊ ഏത് 2 നമ്പേഴ്സ് തന്ന് അതിന്റെ മിഡ് പോയിന്റ് കാണാൻ പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ടത് അവരെ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. സോ ഇവിടെ 3 + -5, പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ്? മൈനസ് ആണ് അല്ലെ? 3 - 5/2 എന്ന് വരും. ഇവിടെ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുമ്പോ നമുക്ക് -2/2 എന്ന് കിട്ടും. ആൻസർ ഈസ്
-1 അല്ലെ, -1 എന്നാണ് വരുന്നത്. എന്നാൽ ഇവിടെ പറയുന്നു +1 എന്ന് അല്ലെ, ശരിയാവോ? മൈനസിനൊക്കെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. ഇവിടെ 1 എന്ന് തന്നിട്ടുണ്ട്, നമ്മൾ പെട്ടെന്ന് -2/2 എന്ന് കാണുന്ന പാടെ ഇതിന്റെ ആൻസർ എന്താന്ന് നോക്കാതെ നേരെ ആ 1 ആണ് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞ ശരിയാണെന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുമോ? ഒരിക്കലും ഇല്ല. -1 ആണ് ഈ ഒരു 2. ഇപ്പൊ നിങ്ങൾക്കിത് ഈ ഒരു ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. -5ന്റെയും 3ന്റെയും മധ്യഭാഗത്തുള്ള ആ മിഡിൽ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആരാണ്? -1 അല്ലേ, +1 അല്ലല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ക്ലിയർ ആയോ? സോ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം ഒന്നാമത്തെ പ്രസ്താവന ശരിയും രണ്ടാമത്തെ പ്രസ്താവന തെറ്റും എന്നാണ്. അങ്ങനെ തന്നിട്ടുള്ളത് ഓപ്ഷൻ എയിലാണ്. 1 ശരി 2 തെറ്റ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണോ? പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ നമുക്ക് 2 സ്റ്റേറ്റ്മെന്റുകൾ തന്നു. അതിനകത്ത് ആദ്യം പറയുന്നത് 2 പോയിന്റുകൾ തന്നിട്ട് അവ തമ്മിലുള്ള അകലം എന്നാണ്. 2 പോയിന്റുകൾ തന്ന് അവ തമ്മിലുള്ള അകലം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം അവ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ആ ഒരു അകലം കിട്ടും. ഇനി മധ്യബിന്ദു അഥവാ മിഡ് പോയിന്റ് കാണാൻ ആ സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ചെയ്തു കഴിഞ്ഞാൽ മിഡ് പോയിന്റും കിട്ടും. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമാണ് ചെയ്യാനായിട്ട്, പക്ഷെ കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വരുന്ന കാര്യമുണ്ട് ഇവിടെ. അതെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളിനോമിയൽ ബഹുപദങ്ങൾ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ അല്ലെ, നമ്മുടെ SCERT പാഠഭാഗത്തിലുള്ളതാണ്. അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. P of 1 ഈക്വൽ ടു 1 ആണ്, P of 2 5 ആയ ഒരു ഒന്നാം കൃതി ബഹുപദമാണ്. ബഹുപദം ഇതിലേതാണ്? 3x + 4 ആണോ, 3x - 4 ആണോ, 4x - 3 ആണോ, 4x + 3 ആണോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ബഹുപദം എന്ന് വെച്ചാൽ എന്താ? പോളിനോമിയൽ ആണ്. ബഹുപദം എന്ന് വെച്ചാൽ പോളിനോമിയൽ ആണ്. അപ്പോൾ ഒന്നാം കൃതി ബഹുപദം എന്ന് വെച്ചാൽ എന്താണ്? കൃതി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രി. ഇപ്പം x² എന്ന് ഞാനിങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് കൃതി 2 ആണ്. കൃതി എന്ന് വെച്ചാൽ പവർ ആണ്. കൃതി 2 ആണ്. x³ എന്ന് എഴുതിയാലോ കൃതി 3 ആയിരിക്കും ഇവിടെ. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഒന്നാം കൃതി ബഹുപദം എന്നാണ് അല്ലെ. ഒന്നാം കൃതി ബഹുപദം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ. സോ ആദ്യമേ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം അറ്റൻഡ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു ഒന്നാം കൃതി ബഹുപദത്തെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ളതാണ്. P of x is equal to ax + b എന്നാണ് നമ്മളൊരു ഒന്നാം കൃതി ബഹുപദത്തെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ആ എയും ബിയും ഈ ഓപ്ഷനിൽ ഏതോ ഒന്നാണ്. അത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? സോ എങ്ങനെ നമുക്ക് ഇവിടെ എയും ബിയും കണ്ടെത്താം? ഇവിടെ തന്നിട്ടുള്ളത് P of 1 എന്ന് പറയുന്നതിന്റെ വില 1 ആണ് എന്നാണ്. P of 1 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം എക്സിന്റെ സ്ഥാനത്താണ് ഞാൻ 1 എഴുതിയിട്ടുള്ളത്. സോ അപ്പുറത്ത് നമുക്ക് എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ a × 1 a + b അല്ലെ, a + b is equal to 1 അല്ല, ഇവിടെ 1 അല്ലെ. P of 1 = 1 ആണ്. സോ a + b is equal to 1 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും. ശരിയല്ലേ? അതേപോലെ P of 2 കൂടെ നമുക്ക് എഴുതി നോക്കിയാലോ. P of 2 എങ്ങനെയാ? എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്താൽ ഇവിടെ 2a + b = 5 എന്ന് വരും. ശരിയല്ലേ? എക്സിന്റെ സ്ഥാനത്ത് 1 കൊടുത്ത് P of 1 എഴുതി, എക്സിന്റെ സ്ഥാനത്ത് 2 കൊടുത്ത് P of 2 എഴുതി. ഇനി ഈ 2 ഇക്വേഷനെയും ഒന്ന് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയും ബിയും കിട്ടും. അതെങ്ങനെയാണെന്ന് നോക്കൂ. നമുക്ക് ആദ്യം രണ്ടാമത്തെ ഇക്വേഷൻ എഴുതാം. 2a + b = 5 എന്നാ തന്നിട്ടുള്ളത് അല്ലെ. 2a + b = 5. അതുപോലെ a + b = 1. നമുക്ക് ഇവിടെ എനെയോ ബിനെയോ ആദ്യം ഒഴിവാക്കണം. അപ്പോ b - b ചെയ്താൽ 0 ആവും. അപ്പൊ b അങ്ങോട്ട് പോകും. പിന്നെ a ഫൈൻഡ് ഔട്ട് ചെയ്താൽ മതി. സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. 2a - a എത്രയാ വരാ? a. 2aയിൽ നിന്നും ഒരു a പോയാൽ a ആണ്. b - b എന്താ വരുന്നത്? 0 ആണ്. ഇനി 5 - 1
4 ആണ്. അപ്പൊ ആദ്യമേ നമുക്ക് എന്ത് കിട്ടി? എ എന്താന്ന് കിട്ടി. അപ്പോ എ എന്ന് പറയുമ്പോൾ 4 ആണെങ്കിൽ ഇവിടെ എക്സിന്റെ കൂടെ ഉള്ളതാണ് എ അല്ലേ? അവിടെ 4x എന്നാണ് വരേണ്ടത്. അപ്പൊ 4x എന്നുള്ള രണ്ട് ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ? 4x - 3 ഉണ്ട്, 4x + 3 ഉണ്ട്. അപ്പൊ എ മാത്രം കിട്ടിയത് കൊണ്ട് നമുക്ക് ആൻസർ പറയാനായിട്ട് പറ്റില്ല. നമുക്ക് ബിയും കൂടെ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ബി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഇവിടുത്തെ ഒരാളെ എടുക്കുക. അപ്പൊ സപ്പോസ് എ പ്ലസ് ബി ഞാൻ എടുക്കുകയാണ്. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1 ആണെന്ന് നമുക്കറിയാം അല്ലെ? എ പ്ലസ് ബി ഈക്വൽ ടു 1 ആണെന്ന് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പി ഓഫ് 1ൽ നിന്ന് അറിയാം. ഇവിടെ എയുടെ പ്ലേസിൽ 4 എന്ന് ഇട്ട് കൊടുത്തേ. 4 + b is equal to 1 ആയി. b is equal to 1 - 4 equal to -3 എന്നും കിട്ടി. അപ്പൊ ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തൊക്കെയുണ്ട്? a equal to 4 എന്നുണ്ട്, b equal to -3 എന്നുണ്ട്. ഇനി നമ്മൾ ആദ്യമേ എഴുതിയിട്ടുള്ള ഈ ഒരു റെപ്രസെന്റേഷൻ, അതായത് p ഓഫ് x എന്നുള്ള റെപ്രസെന്റേഷൻ ax + b, ഇവിടെ എയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 4 എന്ന് കൊടുക്കാം. 4x + ബിയുടെ സ്ഥാനത്തോ -3 അല്ലേ? 4x + -3. ഇതിനെ കുറച്ചും കൂടെ ഭംഗിയായിട്ട് നമുക്ക് 4x - 3 എന്ന് എഴുതിക്കൂടെ? 4x - 3 കണ്ടോ? അപ്പോ നമ്മുടെ കയ്യിൽ ഇപ്പൊ കിട്ടിയിട്ടുള്ളത് എന്താ? ഒന്നാം കൃതി ബഹുപദമാണ്. 4x - 3 ആണ്. p ഓഫ് 1 1ഉം p ഓഫ് 2 5ഉമായ ഒന്നാം കൃതി ബഹുപദം. ക്ലിയർ അല്ലേ? സോ ഇവിടുന്ന് ഓപ്ഷനിൽ നിന്ന് ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയാനായിട്ട് പറ്റും. മനസ്സിലായില്ലേ? പോളിനോമിയലിന്റെ ഭാഗത്ത് നിന്ന് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൃത്തസ്തംഭത്തിന്റെ വക്രമുഖ പരപ്പളവും പാദപരപ്പളവും തുല്യമാണ്. ഉയരം 12 സെന്റിമീറ്റർ ആണ് എങ്കിൽ ആരം എത്ര എന്നാണ് പറയുന്നത്. ഇത് ജോമെട്രി അല്ലേ? നമുക്ക് എപ്പോഴും പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു പോർഷനാണ് ഈ ജോമെട്രി എന്ന് പറയുന്നത്. ഒരുപാട് 3 ഡയമെൻഷണൽ ഫിഗേഴ്സിനെ കുറിച്ച്, അതിൻ്റെ വോള്യം, ഏരിയ എല്ലാം നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ? പക്ഷെ ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ സെലക്റ്റീവായിട്ട്, വലിയ വാസ്റ്റ് ഏരിയ ആണിത്. അപ്പോൾ സെലക്റ്റീവായിട്ട് SCERTയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ജോമെട്രി പഠിച്ചെടുക്കാനായിട്ട് പറ്റും. സോ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വൃത്തസ്തംഭമാണ്. എന്താണ് വൃത്തസ്തംഭം? സിലിണ്ടർ എന്ന് ഇംഗ്ലീഷിൽ പറയും. നിങ്ങൾക്കറിയാം ഇതിന്റെ ഒരു ഫിഗർ വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഫിഗർ ആണ് ഈ വൃത്തസ്തംഭം. നമ്മൾ സിലിണ്ടർ എന്നൊക്കെ പറയില്ലേ? ഈ ഒരു ഫിഗർ ആണ് വൃത്തസ്തംഭം എന്ന് പറയുന്നത്. ഇതിന്റെ വക്രമുഖ പരപ്പളവ് എന്ന് വെച്ചാൽ എന്താ? വക്രം എന്ന് പറഞ്ഞാൽ എന്താ? വളഞ്ഞിരിക്കണ ഭാഗം അല്ലെ? അതിന്റെ പരപ്പളവ്, അതായത് ഈ ചുറ്റുമുള്ള, ഇവിടുന്ന് ഇങ്ങനെയുള്ള ആ ഒരു ഏരിയ, ആ ചുറ്റും കർവ്ഡ് സർഫസ് ഏരിയ എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കർവ്ഡ് സർഫസ് ഏരിയ, വക്രമുഖ വിസ്തീർണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഈ ഒരു സിലിണ്ടറിന്റെ വക്രമുഖ വിസ്തീർണം എന്ന് പറയുന്നത് CSA, കർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ എന്ന് പറയുന്നത് 2πRh ആണ്. 2πRh. അപ്പോ കർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? വക്രമുഖ വിസ്തീർണം എന്താണ്? 2πRh ആണ്. ഇനി അടുത്തത് പറയുന്നത് പാദപരപ്പളവാണ്. പാദപരപ്പളവ്. പാദം എന്ന് വെച്ചാൽ എന്താ? ഈ ഒരു സിലിണ്ടറിന്റെ ഈ താഴെയുള്ള ഭാഗമാണ് പാദം. അതിന്റെ ഷേപ്പ് എന്താ? നമ്മൾ ആ സിലിണ്ടറിന് തിരിച്ചൊന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഒരു വൃത്തമാണ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നത് അല്ലേ? അപ്പോ ഈ ഒരു സിലിണ്ടറിന്റെ പാദമുഖം എന്ന് പറയുന്നത് എന്താണ്? ഒരു വൃത്തമാണ്. അപ്പോൾ അതിന്റെ പരപ്പളവ് എന്ന് വെച്ചാൽ ഏരിയ ആണ് അല്ലെ? ബേസ് ഏരിയ. അത് വൃത്തത്തിന്റെ ഏരിയ തന്നെയാണ്. അത് πr² ആണെന്ന് നമുക്കറിയാം അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ബേസ് ഏരിയ അല്ലെ? പാദപരപ്പളവ്, സിലിണ്ടറിന്റെ പാദപരപ്പളവ് എന്ന് പറയുന്നത് πr² ആണ്. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഒരു സിലിണ്ടറിന്റെ അല്ലെങ്കിൽ വൃത്തസ്തംഭത്തിന്റെ കർവ്ഡ് സർഫസ് ഏരിയ, വക്രമുഖ വിസ്തീർണം എന്ന് പറയുന്നത് 2πRh, അതേപോലെ ബേസ് ഏരിയ എന്ന് പറയുന്നത് എന്തുവാണ്? πr² ആണ്. സെറ്റ് അല്ലേ? ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇവ രണ്ടും എന്താണെന്നാ പറയുന്നേ? തുല്യമാണെന്നാണ് പറയുന്നത്. ഇവ രണ്ടും തുല്യമാണെങ്കിൽ നമുക്കൊന്ന് തുല്യമാക്കി തന്നെ എഴുതാം. πr² = 2πRh അല്ലെ? കോമൺ ആയിട്ട് ബോത്ത് സൈഡ്സ് പൈ ഉണ്ട്, കട്ട് ചെയ്ത് കളയാം. ഒരു r ഉണ്ട്, കട്ട് ചെയ്ത് കളയാം. അപ്പൊ ബാക്കി എന്തേ ഉള്ളൂ? r = 2h എന്ന് നമുക്ക് കിട്ടി.
അതായത് കർവ്ഡ് സർഫസ് ഏരിയയും ബേസ് ഏരിയയും തുല്യമായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? റേഡിയസ് എന്ന് പറയുന്നത് 2h ആയിട്ട് കിട്ടും. ഓക്കെ, റേഡിയസ് എന്ന് പറയുന്നത് 2h ആയിട്ട് കിട്ടും. അതായത് 2 into ഹൈറ്റ്. ഇവിടെ നോക്കിക്കേ, ഉയരം നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 12 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? ആരമാണ്, റേഡിയസ് ആണ്. അപ്പൊ ആ എച്ചിനെ ഈ ആറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ സിമ്പിൾ ആയിട്ട് നമുക്ക് 24 എന്ന ആൻസർ കിട്ടും. 24 സെന്റിമീറ്റർ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? സോ ഒരു വൃത്തസ്തംഭത്തിന്റെ പാദ പരപ്പളവും അതേപോലെ വക്രമുഖ പരപ്പളവും തുല്യമായി കഴിഞ്ഞാൽ നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചേക്കണം R = 2h എന്ന്. അപ്പൊ പിന്നെ നമ്മൾ ഈ ഒരു 2 സ്റ്റെപ്പ് എഴുതേണ്ട ആവശ്യം തന്നെ ഇല്ല അല്ലെ, നേരിട്ട് നമുക്ക് റേഡിയസ് കണ്ടെത്താം. അപ്പോ ഇവിടെ ആൻസർ വരുന്നത് എന്താ? ഓപ്ഷൻ സി ആണ്. 24 സെന്റിമീറ്റർ ആണ് നമുക്ക് റേഡിയസ് ആയിട്ട് വരിക. ക്ലിയർ അല്ലേ? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല പരീക്ഷകളിലായിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നോട്ട് ചെയ്ത് വെക്കണം. നെക്സ്റ്റ്, ഇവിടെ ഒരു ഫിഗർ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവിടെ പറയുന്നുണ്ട്. ABC ഒരു സമഭുജ ത്രികോണമാണ്. O ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രമാണ്. ത്രികോണം വൃത്തത്തെ 3 ചാപങ്ങളായി മുറിക്കുന്നു. ചാപത്തിന്റെ നീളം 10 പൈ സെന്റിമീറ്റർ ആയാൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ് എത്ര? വലിയൊരു ചോദ്യമാണ്. അപ്പൊ നമുക്ക് ഈ ചിത്രമൊക്കെ കാണുമ്പോൾ മിക്കവാറും ആൾക്കാർ എന്ത് ചെയ്യും? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അവസാനം ഈ ക്വസ്റ്റ്യൻ എഴുതാം എന്ന് നമ്മൾ അങ്ങ് തീരുമാനിക്കും അല്ലേ? അതിന്റെ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒക്കെ ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കണം. അതായത് വൃത്തത്തെക്കുറിച്ചും ത്രികോണത്തെക്കുറിച്ചും ഒക്കെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമാണ് ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുക. സോ നമുക്ക് ഒന്നുകൂടെ ചോദ്യത്തിലേക്ക് പോകാം. സമഭുജ ത്രികോണം എന്ന് പറഞ്ഞാൽ എന്താ? വശങ്ങളെല്ലാം തന്നെ തുല്യമായിട്ടുള്ള ത്രികോണമാണ് സമഭുജ ത്രികോണം. O ത്രികോണത്തിന്റെ പരിവൃത്ത കേന്ദ്രമാണ് എന്ന് പറയുന്നു. എന്താടാ പരിവൃത്ത കേന്ദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ത്രികോണത്തിന് വെളിയിൽ ത്രികോണത്തിന്റെ 3 കോർണേഴ്സും ടച്ച് ചെയ്ത് വരയ്ക്കുന്ന വൃത്തത്തെയാണ് നമ്മൾ എന്ത് പറയുക? പരിവൃത്തം എന്ന് പറയുക. ഇനി ഈ ഒരു ത്രികോണം വൃത്തത്തെ 3 ചാപങ്ങളായിട്ട് മുറിക്കുന്നു. അതായത് നിങ്ങൾക്ക് ചാപങ്ങൾ കാണാൻ പറ്റും. ദേ AC എന്ന് പറയുന്നത് ഒരു ചാപമാണ്, BC എന്ന് പറയുന്നത് മറ്റൊരു ചാപമാണ്, അതുപോലെ AB എന്ന് പറയുന്നത് മറ്റൊരു ചാപമാണ് അല്ലേ? അപ്പൊ ആ ത്രികോണം എന്താ ചെയ്യുന്നേ? ആ വൃത്തത്തെ 3 തുല്യ ഭാഗങ്ങളായിട്ട് മുറിക്കുന്നുണ്ട്. ഇനി ഈ ചാപത്തിന്റെ നീളം തുല്യമാണെങ്കിൽ ഈ ചാപവും 10 പൈ ആണ്, ഈ ചാപവും 10 പൈ ആണ്, അതുപോലെ ഈ ചാപവും എന്താണ്? 10 പൈ ആണ് അല്ലെ? ചാപത്തിന്റെ നീളം 10 പൈ ആന്ന് പറഞ്ഞു. ഇനി അവര് 3ഉം എന്താണ്? തുല്യവുമാണ്. അപ്പൊ 3ഉം എത്രയാണ് വരിക? 10 പൈ ആണെന്നാണ് വരിക. അങ്ങനെയാണെങ്കിൽ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗത്തിന്റെ പരപ്പളവ്, ഈ ഒരു ഭാഗമാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, അതിന്റെ പരപ്പളവ് ഏരിയ ആണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത്. ആ ഒരു ഭാഗത്തിന്റെ ഏരിയ കണ്ടെത്താൻ നമുക്ക് മൊത്തത്തിലുള്ള ആ വൃത്തത്തിന്റെ ഏരിയനെ 3ആക്കി അങ്ങ് ഡിവൈഡ് ചെയ്താൽ പോരെ അല്ലേ? ആ ടോട്ടൽ വൃത്തത്തെ 3ആക്കി ഭാഗിക്കുകയാണ്. ഇപ്പൊ സപ്പോസ് ഇവിടെ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കൂ അല്ലെ, ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ആ വൃത്തത്തെ 3 തുല്യ ഭാഗങ്ങളല്ലേ ആക്കുന്നത്, 3 തുല്യ സെക്ടറുകളല്ലേ ആക്കുന്നത്. അപ്പോ ഈ ഒരു വൃത്തത്തിന്റെ ഏരിയയെ by 3 ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്തിന്റെ ഏരിയ കിട്ടില്ലേ? മതി. അപ്പൊ നമുക്ക് പരപ്പളവ് കാണാനായിട്ട് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ടത് ആ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ പരപ്പളവ് കാണാൻ നിങ്ങൾ ചെയ്യേണ്ടത് πr²/3 ആണ്. ആണല്ലോ, πr²/3 ആണ്. ഇനി ഇവിടെ എന്ത് വേണം? നമുക്ക് റേഡിയസ് വേണം. റേഡിയസ് ഉണ്ടെങ്കിലേ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ റേഡിയസ് നമുക്ക് എങ്ങനെ കിട്ടും? അതിനാണ് അവർ നമ്മളോട് ഈ ഒരു 10 പൈനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഈ ഒരു വൃത്തത്തിന്റെ ചുറ്റളവ് കാണാൻ നമ്മൾ 2πr യൂസ് ചെയ്യാറുണ്ട് അല്ലെ? ഈ 2πr ഇവിടുന്ന് എത്രയാന്ന് പറയാൻ പറ്റുമോ? ഇതിന്റെ ചുറ്റുമുള്ള അളവ് നോക്കിക്കേ. 10 പൈ പ്ലസ് 10 പൈ 20 പൈ, പിന്നെ ഒരു 10 പൈ എത്രയാണ്? 30 പൈ ആണ് അല്ലെ? അതായത് 2πr എന്ന് പറയുന്നത് 30 പൈ ആണ്. ഇവിടുന്ന് ഈ ഒരു പൈയും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ റേഡിയസ് ആയ r 30ന്റെ പകുതിയായിരിക്കും. 30/2 അല്ലെ? 30/2 എത്രയാ വരിക? 15
സെന്റിമീറ്റർ. സോ നമുക്ക് എന്ത് കിട്ടി? റേഡിയസ് കിട്ടി. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ഇൻറ്റു ആർ, 15 ഇൻറ്റു 15 ഡിവൈഡഡ് ബൈ 3 ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് എല്ലാം തന്നെ പൈയിലാണ് ഉള്ളത്. അപ്പൊ പൈക്കിന് വേറെ 22/7 3.14 ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പൈയിൽ തന്നെ ആൻസർ കിട്ടിയാൽ മതി. അപ്പൊ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏരിയ ഈക്വൽ ടു പൈ ഇൻറ്റു 15 ഇൻറ്റു 5 എന്ന് വരും അല്ലേ. 15 ഇൻറ്റു 5 എന്ന് വെച്ചാൽ എത്രയാ? 75 പൈ സെന്റിമീറ്റർ സ്ക്വയർ ആണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ ആൻസർ കണ്ടെത്തിയത് അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ ഒരറ്റം 1, 4, വൃത്തകേന്ദ്രം 3 - 4 എങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റത്തെ സൂചക സംഖ്യകൾ ഏതൊക്കെയാണ്? 10ാം ക്ലാസ്സിലുള്ള ഒരു ലെസൺ ആണ് ഈ സൂചക സംഖ്യകൾ എന്ന് പറയുന്നത്. ഇപ്പോഴുള്ള പരീക്ഷകളിലെല്ലാം തന്നെ ഈ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു വരുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം? ഒരു വൃത്തം അല്ലെ, ഒരു വൃത്തമുണ്ട്. ഇനി ആ വൃത്തത്തിന്റെ കേന്ദ്രം അല്ലെ, സെന്റർ എന്ന് പറയുന്നത് എന്താന്ന് തന്നിരിക്കുന്നു? 3 - 4 അല്ലെ. വൃത്തകേന്ദ്രം 3 - 4. വ്യാസം എന്ന് വെച്ചാൽ വൃത്തത്തിന്റെ കേന്ദ്രത്തിലൂടെ വൃത്തത്തിന്റെ രണ്ട് അറ്റങ്ങളും കൂട്ടിമുട്ടുന്ന പോയിന്റ്, ആ ഒരു ലൈനിനെയാണ് നമ്മൾ വ്യാസം എന്ന് പറയാ. അതിന്റെ ഒരറ്റം 1, 4. ഒരറ്റം, ഏതെങ്കിലും ഒരു അറ്റം ഇതാണെന്ന് ഇരിക്കട്ടെ, ഇനിയിപ്പോ ഇപ്പുറത്ത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 1, 4. അങ്ങനെയെങ്കിൽ വ്യാസത്തിന്റെ മറ്റേ അറ്റം, അതായത് ഈ ഒരു അറ്റം ഇല്ല, ഇപ്പൊ സപ്പോസ് ഇത് x, y ആന്ന് വിചാരിക്കുക, അതെന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ചോദ്യം വായിച്ച് നമുക്ക് ഒരു ഫിഗർ വരച്ച് അതെന്താന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയണം. ഇനി ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നമ്മുടെ SCERT പോവാണ്. SCERT ഒരു പോയിന്റ് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ നമുക്ക് തരുവാണെങ്കിൽ, അതായത് സപ്പോസ് ഇത് എ ബി വേണ്ട, നമുക്ക് x1 y1 എന്ന് എടുക്കാം. അതായത് ഈ ഒരു പോയിന്റ് x1 y1 എന്നും, അതായത് വ്യാസത്തിന്റെ ഒരറ്റത്തെ സൂചക സംഖ്യകൾ x1 y1 എന്നും മറ്ററ്റത്തെ സൂചക സംഖ്യ x2 y2 എന്നുമാണെങ്കിൽ എന്താണ്? ആ വ്യാസത്തിന്റെ രണ്ടറ്റങ്ങൾ, അതിലെ ആദ്യ സൂചക സംഖ്യ x1 y1 ഉം അടുത്ത സൂചക സംഖ്യ x2 y2 ആയാൽ നമുക്കിതിന്റെ ഈ ഒരു സെന്റർ കാണാനായിട്ട്, ഇപ്പൊ സപ്പോസ് ഞാൻ സെന്ററിനെ എ ബി എന്ന് ഡിനോട്ട് ചെയ്യാണ്. ഈ സെന്റർ എ ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാമെന്നറിയോ? x1 + x2 y2, y1 + y2 എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റ്. ഈ പോയിന്റിൽ നിന്ന് വേണം നിങ്ങൾ ആൻസറിലേക്ക് എത്താനായിട്ട്. അപ്പോ x1 y1 x2 y2 രണ്ട് അറ്റങ്ങളായിട്ടുള്ള ഒരു വ്യാസത്തിന്റെ രണ്ട് അറ്റത്തെ സൂചക സംഖ്യകളായാൽ സെന്റർ എന്ന് പറയുന്നത് x1 + x2 / 2 y1 + y2 ആയിരിക്കും. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചോദ്യത്തില് നമ്മുടെ 3, -4 ആണ് സെന്റർ അല്ലെ. ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? x1 + x2 എന്ന് വെച്ചാൽ x + 1 എഴുതിക്കൂടെ? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള, നമ്മൾ ഇവിടെ അറിയാത്തതിന് x എന്ന് കൊടുത്തു, അപ്പുറത്ത് 1 ആണ്. x + 1/2, അടുത്തത് എന്ത് വരും? y + 4/2. ശരിയല്ലേ? ഇനി നമുക്ക് ഇവരെ ഒന്ന് ഇക്വേറ്റ് ചെയ്യണം. അതായത് ഇവിടുത്തെ x + 1/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. x + 1/2 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പോ x + 1 എന്തായിരിക്കും? x + 1 = 6 ആയിരിക്കും. then x = എന്തായിരിക്കും? 6 - 1 5 ആയിരിക്കും. x + 1/2 3 ആയാൽ x എന്താണ് കാണുക. അതേപോലെ ഇവിടെ y + 4/2 എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ തന്നേക്കുന്നത്? -4 അല്ലേ. അപ്പോ y + 4 y + 4 എന്ന് പറയുന്നത് -8 ആണ്. അങ്ങനെയാണെങ്കിൽ y = -8 - 4 ആണ് വരിക.
ഈക്വൽ ടു -12. ശരിയല്ലേ? അപ്പോ നമുക്ക് എന്തൊക്കെ കിട്ടി? എക്സ് എന്ന് പറയുന്നത് 5ഉം y എന്ന് പറയുന്നത് -12 ആണെന്നും കിട്ടി. സോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിനെ എങ്ങനെ മാറ്റി ചോദിച്ചാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? സോ ഇപ്പൊ നമ്മുടെ ആൻസർ വന്നേക്കുന്നത് എക്സ് കോർഡിനേറ്റിൽ 5ഉം y കോർഡിനേറ്റിൽ -12ഉം. ഇത് നമ്മുടെ ഓപ്ഷനിൽ എവിടെയാണ് എന്ന് നോക്കിയാൽ മതി. ദേ ഓപ്ഷൻ സി ആണ്. ചാടിക്കേറി ഓപ്ഷൻ ഡി ഒന്നും എഴുതി വെക്കരുത്, കാരണം അത് ജസ്റ്റ് ഒന്ന് മാറ്റി തന്നിരിക്കുക. അതായത് 5ന് മൈനസും 12ന് പോസിറ്റീവും ആയിട്ട് തന്നിട്ടില്ല. അപ്പൊ അതൊന്നും മാറിപ്പോവാതെ ശ്രദ്ധയോടെ നോക്കിയിട്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്യാം. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് പഠിച്ചു വെക്കണം, എന്തായാലും പഠിച്ചു വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സൂചക സംഖ്യകൾ എന്നുള്ള ഭാഗം. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ SCERT ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എല്ലാവരും തന്നെ ഈ എല്ലാ ചോദ്യങ്ങളും മനസ്സിലാക്കിയിരിക്കണം. കേറ്ററ്റ് എക്സാം എഴുതാൻ പോകുന്നവർക്കും LP UP പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഈ ചോദ്യങ്ങൾ. അപ്പോൾ ഇതുപോലെയുള്ള മറ്റു കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.